ഹിന്ദു ഉണർന്നു, ഹിന്ദുത്വവാദികളെ അടിച്ചോടിച്ചു. അത്യന്തം ആവേശകരമായ ഒരു സംഭവം. മുഹമ്മദ് ദീപകിന് ശേഷം മുസ്ലിം സഹോദരങ്ങളെ ഉപദ്രവിക്കാനായി തീവ്ര ഹിന്ദുത്വവാദികൾ വരുമ്പോൾ അവരെ അടിച്ചോടിച്ച് തള്ളി മാറ്റി സാധാരണ ഹിന്ദുക്കൾ. ഇത് സംഭവിച്ചത് വാരണാസിയിലാണ്. അതായത് ഹിന്ദുക്കളുടെ ഏറ്റവും പവിത്രമായ നഗരമാണ് വാരണാസി, കാശിയൊക്കെ. ആ വാരണാസിയിലെ മീറ്റ് ഷോപ്പുകൾ അഥവാ മീറ്റ് വിൽക്കുന്ന, ഇറച്ചി വിൽക്കുന്ന കടകളിലേക്ക് ഒരു കൂട്ടം തീവ്ര ഹിന്ദുത്വവാദികൾ വന്ന് അവിടുത്തെ മുസ്ലിങ്ങളെ ഹരാസ് ചെയ്യാനും ബുള്ളി ചെയ്യാനും അപമാനിക്കാനും ശ്രമിച്ചു. എന്ത് ചെയ്തു? അവിടുത്തെ ലോക്കലായ ഹിന്ദുക്കൾ ഇവരെ തല്ലി ഓടിച്ചു. കാണേണ്ട ആവേശജനകമായ കാര്യമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഹിന്ദു ഉണരേണ്ട ആവശ്യം. ഹിന്ദു ഉണരുകയും ഹിന്ദു സമൂഹത്തെയും ഇന്ത്യൻ സമൂഹത്തെയും ഒരുമിച്ച് നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ആവേശകരമായ ഒരു കാഴ്ചയാണ്. എന്റെ വീഡിയോയും കൂടെ കാണിക്കാം. അപ്പോ അവിടുത്തെ സാധാരണ കൂടെയുള്ള മുസ്ലിം സഹോദരന്മാരെ ദ്രോഹിക്കാൻ തീവ്ര ഹിന്ദുത്വവാദികൾ വന്നപ്പോ നീയൊക്കെ ID കാണിച്ചിട്ട് പോയാൽ മതി. അതായത് ഇവർ ഈ ഇറച്ചിക്കടകളെ കൊണ്ടുവന്ന് ഈ ഇറച്ചിക്കടകളോട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സർട്ടിഫിക്കറ്റ് എവിടെ, പെർമിഷൻ എവിടെ എന്ന് ചോദിച്ചാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ വന്നത്. അലമ്പാൻ വന്നതാണ്, ഉടക്കാൻ വന്നതാണ്, മുസ്ലിങ്ങളെ കൊണ്ട് റിയാക്ട് ചെയ്യിക്കാൻ വന്നതാണ്. ഇതാണ് മുസ്ലിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. അതായത് അവിടെ വന്ന് ഒരു മുസ്ലിങ്ങളോട് സംഘർഷം ഉണ്ടാക്കി ഏതെങ്കിലും മുസ്ലിം സഹിയായിട്ട് എന്തെങ്കിലും പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുമ്പോൾ അതൊരു ഹിന്ദു മുസ്ലിം കലാപമാക്കി മാറ്റാനുള്ള തന്ത്രവുമായിട്ടാണ് ഇവർ യഥാർത്ഥത്തിൽ വന്നത്. അപ്പോ അവിടുത്തെ നല്ലവരായ നമ്മുടെ ഹിന്ദുക്കൾ, നമ്മുടെ അഭിമാനമായ നമ്മുടെ ഹിന്ദുക്കൾ തന്നെ ഇടപെട്ട് അവരെ അവിടെ നിന്ന് തുരത്തി ഓടിക്കുന്ന കാഴ്ചയാണ്. ഇങ്ങനെ തന്നെ വേണം. കാരണം അത് മുസ്ലിം സഹോദരങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. ഈ ഗോഡ്സേവാദികളെ നിലയ്ക്ക് നിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ഗോഡ്സേവാദികൾ ഹിന്ദുവായ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നവരാണ്. ഇവർക്ക് മുസ്ലിങ്ങളോട് മാത്രമല്ല ലോകത്തിൽ എല്ലാവരോടും വെറുപ്പാണ്. വെറുപ്പ് മൂലധനമാക്കി, വെറുപ്പ് ഇന്ധനമാക്കി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ. അതുകൊണ്ട് ഇവർ മുസ്ലിങ്ങളെ മാത്രമല്ല, ക്രിസ്ത്യാനികളെ മാത്രമല്ല, നാളെ നമ്മൾ ഹിന്ദുക്കൾക്കും ദോഷമാണ്, എല്ലാ സമുദായങ്ങൾക്കും ദോഷമാണ്. ഇന്ത്യയുടെ ആത്മാവിനെ ബാധിച്ച ക്യാൻസറാണ് ഈ തീവ്ര ഗോഡ്സേവാദം. അപ്പോൾ ആ ഗോഡ്സേവാദികളെ തുരത്തി ഓടിക്കുന്ന കാഴ്ച കാണാം. കാണേണ്ട ഗംഭീരമായ മനോഹരമായ കാഴ്ചയാണ്. ഇതിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ തീവ്ര ഹിന്ദുത്വവാദികളുടെ കയ്യിലെല്ലാം, ഈ ഗോഡ്സേവാദികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കാണും. ഈ മൊബൈൽ ഫോൺ അവരെപ്പോഴും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് രാവിലെ 5-6 പേര് ഒരുമിച്ച് കൂടും. ഇത്രയേ ഉള്ളൂ. നമ്പേഴ്സ് വളരെ കുറവാണ്. 5-6 പേര് ഒരുമിച്ച് കൂടും. ആ ഒരുമിച്ച് കൂടുന്ന ഇത് ഏതെങ്കിലും രാഷ്ട്രീയത്തെ കുറിച്ച് പറയല്ല. വലതുപക്ഷ പാർട്ടികളായ BJP ഉണ്ട്, സെൻട്രൽ ലെഫ്റ്റ് ആയ കോൺഗ്രസ് ഉണ്ട്, ലെഫ്റ്റ് ആയ CPM-ഉം ആപ്പും ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത പാർട്ടികളുണ്ട്. പക്ഷേ ഈ തീവ്ര വലതുപക്ഷ തീവ്ര ഹിന്ദുത്വ ഗോഡ്സേവാദികൾ ചെയ്യുന്നത് രാവിലെ ഒരു 5-6 പേര് കൂടും, എന്നിട്ട് അലമ്പും. എന്നിട്ട് ആ അലമ്പിന്റെ വീഡിയോയും മറ്റും എടുക്കും. ആ വീഡിയോ ഇടും. എന്നിട്ട് ഹിന്ദു മുസ്ലിം സ്പർദ്ധയാണെന്ന് പ്രചരിപ്പിച്ച് ബാക്കി ഹിന്ദുക്കളെ കൂടെ തെറ്റിദ്ധരിപ്പിക്കും. അപ്പോൾ ഇത് മുസ്ലിങ്ങളല്ല നേരിടേണ്ടത്. അത് അവർക്ക് പറ്റാത്തത് കൊണ്ടല്ല, ഇത് നമ്മളാണ് നേരിടേണ്ടത്. കാര്യം നമ്മുടെ സഹോദരങ്ങൾക്ക് ഭ്രാന്തായതാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക് മനോരോഗം ഉണ്ടായാൽ അവരെ ചികിത്സിക്കേണ്ടത് ഈ നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇവർ ഹിന്ദുത്വവാദികളാണെങ്കിലും ഹിന്ദു സമുദായത്തിൽ ജനിച്ചവരാണ്. അതുകൊണ്ട് ഇവരുടെ ഭ്രാന്ത് നമ്മുടെ ബാക്കിയുള്ള സഹോദരന്മാരിലേക്കും മറ്റും ദ്രോഹപരമായി പടരാതിരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പൊ ഇവര് രാവിലെ വന്ന് ഈ മുസ്ലിങ്ങളോട് അവരുടെ മീറ്റ് ഷോപ്പിന്റെ സർട്ടിഫിക്കറ്റ് എവിടെ എന്നൊക്കെ ചോദിച്ചു വെറുതെ അലമ്പുകയാണ്. എന്നിട്ട് നാളെ വിവാദം ഉണ്ടായപ്പോഴേ അവർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ മീറ്റ് ഷോപ്പ് നടത്തുകയാണ്, നമ്മളെ അപമാനിക്കാൻ വേണ്ടിയാണ്, ബീഫാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. അപ്പോൾ തിരിച്ച് ഇവരുടെ ID എവിടെയെന്ന് ചോദിച്ച് അവരെ പുറത്താക്കുന്ന രസകരമായ രംഗങ്ങൾ. ഇവരൊക്കെയാണ് ഈ ഹിന്ദുത്വവാദികൾ. എല്ലാവരും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ശ്രദ്ധിക്കണം. 5-6 പേരേ ഉള്ളൂ. ഈ അലമ്പന്മാരാണ് ഈ നാടിന്റെ പ്രശ്നം. ഇവനെ പോലുള്ള ജോലിയും കൂലിയില്ലാത്ത, വേറെ ഒരു പണിയില്ലാത്ത, കുടുംബമില്ലാത്ത, കുട്ടികളില്ലാത്ത, യാതൊരു പണിയും വിദ്യാഭ്യാസവും സ്കൂളോ കോളേജോ കണ്ടിട്ടില്ലാത്ത, സ്വയം നേതാവായി നിൽക്കുന്ന ഇതേപോലത്തുള്ള അലവലാദികളെയും തെണ്ടുകളെയും കാരണമാണ് ഹിന്ദുക്കൾക്കും ഈ ഇന്ത്യക്കും അപമാനം ഉണ്ടാകുന്നത്. അതായത് രാവിലെ എണീച്ച് അവന് നേതാവാകാനും ഗുണ്ട കളിക്കാനും അവന് നേതൃസ്ഥാനം കിട്ടാനും വേണ്ടി അവൻ ഏതെങ്കിലും പള്ളിയുടെ താഴെ പോയിട്ട്, പള്ളിയുടെ ഫ്രണ്ടിൽ പോയി ഡിസ്കോ കളിക്കും, അവിടെ പോയി DJ ഉണ്ടാക്കും, ഏതെങ്കിലും മുസ്ലിമിന്റെ കടയിൽ കയറി അലമ്പുണ്ടാക്കും, എന്നിട്ട് ഹിന്ദുക്കളുടെ നേതാവാണെന്ന് ഭാവിക്കും. അതായത് കാണുന്ന എല്ലാ മുസ്ലിം പള്ളിയുടെയും താഴെ പോയി ശിവലിംഗം തിരയുന്നത് പരമശിവനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, അലമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഉടക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് 100 കണക്കിന് അമ്പലങ്ങളുണ്ട്. ഈ അമ്പലങ്ങളുടെ ഫ്രണ്ടിലൊന്നും പോയി ഡാൻസ് കളിക്കൂല. ഏതെങ്കിലും മുസ്ലിം പള്ളിക്ക് ഫ്രണ്ടിൽ തന്നെ പോയി ഡാൻസ് കളിക്കും. എന്നിട്ട് അവര് സൗണ്ട് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ കണ്ടോ ഞങ്ങളുടെ ദൈവത്തോടുള്ള നിങ്ങളുടെ ദേഷ്യമാണെന്ന് പറയും. ഇത് സ്ഥിരം നടക്കുന്ന, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന സ്ഥിരമുള്ള അലമ്പ് പരിപാടിയാണ്. ഇവര് തന്നെയാണ് മനഃപൂർവ്വം. ഇപ്പം നിങ്ങൾ ഒരു പക്ഷേ കേട്ട് കാണും ശ്രീരാമക്ഷേത്രത്തിന്റെ കാര്യം. അതായത് ശ്രീരാമക്ഷേത്രം നിർമ്മിച്ചപ്പോ ശ്രീരാമക്ഷേത്രത്തിന്റെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ശ്രീരാമക്ഷേത്രത്തിന് തീവ്രവാദ ഭീഷണിയെന്നും അത് ബോംബ് വെച്ച് തകർക്കുമെന്നും പറഞ്ഞ് ചില ആൾക്കാർ
മെയിൽ അയച്ചു, നോക്കിക്കോണം. 2 അറസ്റ്റഡ് ഫോർ സെൻഡിങ് ബോംബ് ത്രെറ്റ്സ്. യോഗി ആദിത്യനാഥും അയോധ്യ രാം ടെമ്പിളും അടക്കം തകർക്കുമെന്ന് പറഞ്ഞ് ഉത്തർപ്രദേശിൽ, എവിടെ? ഉത്തർപ്രദേശിൽ അയച്ചു. 2024 ജനുവരി 4. അവസാനം ഉത്തർപ്രദേശിന്റെ പോലീസ് കണ്ടെത്തി, എന്താ അറിയാമോ? അയച്ചവരുടെ പേര് ഓം പ്രകാശ് മിശ്ര ആൻഡ് താഹർ സിംഗ്. അതായത് മനഃപൂർവ്വവും മുസ്ലിങ്ങളുടെ പേരിൽ ഹാൻഡിൽ ഉണ്ടാക്കി അതിൽ നിന്ന് രാമക്ഷേത്രം തകർക്കുമെന്ന് അയച്ച് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ. ഇവന്മാരുടെ സ്ഥിരം പണി ഇതാണ്. ഇത് ഇന്നും ഇന്നലെയൊന്നും അല്ല, നൂറ്റാണ്ടുകളായി തുടങ്ങുന്ന ഒരു മനോരോഗമാണ്. അതൊരു ആഴമേറിയ ക്യാൻസറാണ്. അത് വലിയ സീരിയസ് ആയ വിഷയമാണ്. അത് ഈ ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ഉള്ളതുപോലെ ഹിന്ദുക്കൾക്ക് ശനിയാഴ്ച ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളൊരു പ്രശ്നമാണ്. അപ്പോ ആ അലമ്പിനെ സാധാരണ ഹിന്ദുക്കൾ എതിർക്കുന്ന കാഴ്ചയാണ്. നിന്റെയൊക്കെ ഐഡി കാണിക്കും. എനിക്ക് ഈ പയ്യനെ ഇഷ്ടപ്പെട്ടു. ഇവനാണ് അവരുടെ ക്യാമറാമാൻ. ഇവൻ പറഞ്ഞു, നമുക്ക് ഇപ്പൊ സിറ്റുവേഷൻസ് ഇല്ല, നമുക്ക് പോവാം. ഇനി ഇവിടെ നിന്നാൽ സാധാരണ ഹിന്ദുക്കൾ നമ്മളെ കയറി അടിക്കുമെന്ന് പറഞ്ഞ് പതുക്കെ വിളിച്ചോണ്ട് പോവാണ്. പക്ഷെ അവനും കാര്യം എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇനി നാളെ ഇവർ എങ്ങനെ ചിത്രീകരിക്കുമെന്ന് അറിയാമോ? വാരണാസി എന്ന നമ്മുടെ ഹിന്ദു പവിത്ര നഗരത്തിൽ അവർ ഇറച്ചി വിറ്റ് നമ്മുടെ ദേവനെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് നറേറ്റീവും കള്ളക്കഥ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇത്രയേ ഉള്ളൂ. 8 പേര്. ഈ 8 പേര് കാണിക്കുന്ന അലമ്പാണ് പിന്നീട് നാളെ ഒരു കലാപമായി മാറുന്നത്. ഇവരെ തല്ലി ഓടിക്കാനും ആശയപരമായി തോപ്പിക്കാനും ഇവരെയൊക്കെ ചികിത്സിച്ച് നന്നാക്കാനുമുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. എന്തായാലും വാരണാസിയിലെ ഹിന്ദുക്കൾക്ക് വലിയൊരു പ്രണാമം. നോക്കിക്കോ, ഇവരുടെ അപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ഉറപ്പുണ്ട് ഇവരുടെ ഈ തീവ്ര വലതുപക്ഷ സർക്കിൾസിൽ അവർ ചെയ്യാൻ പോകുന്നത് അവിടെ പരമശിവനെ അപമാനിക്കാൻ വേണ്ടി ഇവർ ഇറച്ചി വിറ്റു എന്നൊക്കെ പറഞ്ഞ് കഥയുണ്ടാക്കും. നിനക്ക് ഇറച്ചി വേണ്ടെങ്കിൽ നീ കഴിക്കണ്ടേ? നിനക്ക് ഇറച്ചിക്ക് താല്പര്യമില്ലെങ്കിൽ നീ കഴിക്കണ്ട. ബാക്കിയുള്ളവൻ എന്തും കഴിച്ചോട്ടെ. നിനക്ക് എന്തിന്റെ കേടാണ്? ഇത് മനഃപൂർവ്വം. സാൽക്കി ഇവിടെ 100 വർഷമായി പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾ 100 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്. നീ ഒന്നും ഇവിടെ അലമ്പണ്ട എന്ന് പറഞ്ഞാണ് അവരെ തെള്ളി മാറ്റുന്നത്. ഭാഗ്യഹാസ്യ ഓടിക്കോളാൻ. വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ആ ഹിന്ദുക്കൾക്ക് വേണ്ടി കൈയടിക്കാം. ഇതേപോലെ നമ്മൾ ഹിന്ദുക്കൾ ഉണരണം. ഈ ഗോഡ്സേവാദികളെ തുരത്തണം. ഗോഡ്സേവാദികൾ ഈ നാടിന്റെ ശാപമാണ്. ഹിന്ദുവായ, രാമഭക്തനായ, മതസൗഹാർദ്ദവാദിയായ മഹാത്മാഗാന്ധിയെ കൊന്നവരാണ്. രാഷ്ട്രപിതാവിനെ കൊന്നവരാണ്. രാജ്യദ്രോഹികളാണ്. ഒന്ന് ഓർക്കണം, ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുമ്പോൾ ഒരു പണിയും ചെയ്യാതെ സൈഡിൽ ഇരുന്നവരാണ്. ഒരു ദിവസം പോലും ഗോഡ്സേവാദികൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ കൂട്ടുനിന്നവരാണ്. അതായത് യാതൊരു രാജ്യസ്നേഹവും ഇല്ലാത്തവരാണ്. ഈ ഗോഡ്സേവാദികളെ 1% നമ്മൾ പിന്തുണയ്ക്കരുത്. ഈ ഗോഡ്സേവാദികൾ നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവിനെ ബാധിച്ച ക്യാൻസറാണ്. അതുകൊണ്ട് അവരെ ശക്തമായി എതിർക്കാൻ നമുക്ക് കഴിയട്ടെ. ഹിന്ദു ഉണരണം. ഹിന്ദു ഉണരുന്നതിന്റെ ഏറ്റവും നല്ല ഇഫക്റ്റാണ്. ഹിന്ദു ഉണർന്ന് ഹിന്ദുവിന്റെയും ഇന്ത്യയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കണം. ഗോഡ്സേവാദികളെയും എല്ലാ തീവ്രതയും എതിർക്കണം. ജയ് ഹിന്ദു, ജയ് ഹിന്ദ്.